മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളമെമ്പാടും പല ജില്ലകളിൽ പ്രഭാഷണം നടത്താനായിട്ട് യാത്ര ചെയ്യാറുണ്ട്. അത്യാവശ്യം കേരളത്തിന് പുറത്തും പതിവുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം മുതൽക്ക് കണ്ണൂർ വരെ ഈ പ്രഭാഷണത്തിനായി പോകുമ്പോൾ ഇപ്രാവശ്യം കാണാൻ സാധിച്ചത് DYFIയുടെയും AIYFൻ്റെയും CPMൻ്റെയും CPIയുടെയും ഇടതുപക്ഷ പാർട്ടികളുടെയും എല്ലാം ധാരാളം ഫ്ലക്സുകളാണ്. ആ ഫ്ലക്സിൽ 195 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യ ജർമ്മനിയിൽ ജനിച്ച കാറൽ മാർക്സിൻ്റെയും 150 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ ജനിച്ച ലെനിൻ്റെയും അതുപോലെ 85 വർഷങ്ങൾക്ക് മുമ്പ് അർജന്റീനയിൽ ജനിച്ച ഗറില്ല യുദ്ധം ചെയ്ത് CIA വധിച്ച ചെഗുവേരയുടെയും 55-60 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ഹ്യൂഗോ ചാവേസിൻ്റെയും എല്ലാം ചിത്രമാണ് കണ്ടത്. എനിക്ക് അത്ഭുതം തോന്നി. അതിനിടയ്ക്ക് വളരെ വിരളമായിട്ട് സ്റ്റാലിൻ്റെയും ചിത്രം കണ്ടു. ഇവരെല്ലാം ഭാരതവുമായിട്ട് എന്താ ബന്ധം? ഓരോ മനുഷ്യരുടെയും ചിത്രം നമ്മൾ വെക്കുന്നത് ആ ചിത്രം കാണുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടാവാനല്ലേ. നമ്മുടെ ഓഫീസുകളിലും കോളേജുകളിലും സ്കൂളുകളിലൊക്കെ മഹാത്മാഗാന്ധിയുടെ ചിത്രം വെക്കുന്നത് മഹാത്മാഗാന്ധി ജീവിച്ചിരുന്ന മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ വേണ്ടിയല്ലേ. ഇവരുടെ ചിത്രമൊക്കെ എന്തിനാ വെക്കുന്നത് എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. മറ്റൊരു സംഭവം കൂടി ഇതിനോട് ചേർത്ത് പറയാം. 2 വർഷങ്ങൾക്ക് മുമ്പ് ആരാധ്യനായ SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിലേക്ക് പോകാൻ ഭാഗ്യം കിട്ടി. അതിനു മുമ്പ് അദ്ദേഹം എന്നെയോ എനിക്ക് അദ്ദേഹത്തിനെയോ വലിയ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഏതാണ്ട് 2 മണിക്കൂർ വളരെ രസകരമായ രീതിയിൽ നമ്മുടെ ഹിന്ദുധർമ്മത്തിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഡോക്ടർ എന്തിനാ വന്നതെന്ന്. ഞാൻ പറഞ്ഞു, തുറന്ന ഒരു കാര്യം ചോദിച്ച് അതിൻ്റെ ഉത്തരവുമായിട്ട് മടങ്ങാനാണ് വന്നത് എന്ന് ഞാൻ വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഒരു മുഖവുരയും ഇല്ലാതെ ചോദിച്ചോളാൻ പറഞ്ഞു. ഞാൻ വെറുതെ ചോദിച്ചു, ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം എത്ര ക്രിസ്ത്യൻ പള്ളിയിലും എത്ര മുസ്ലിം പള്ളിയിലും വെച്ചിട്ടുണ്ട്? ഒരു സെക്കൻഡ് പോലും വൈകാതെ അദ്ദേഹം പറഞ്ഞു, അതിന് ഗുരുദേവൻ്റെ ചിത്രം ഒരിക്കലും അവർ വെക്കാറില്ലല്ലോ എന്ന്. ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും വിവേകാനന്ദൻ്റെയും ഭാരതീയ പൈതൃകവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരുടെയോ മഹാന്മാരുടെയോ ചിത്രം എത്ര ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ വെച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി ഞാൻ ചോദിച്ചു. ഒന്നിലും വെച്ചിരിക്കാൻ സാധ്യതയില്ല, ഒന്നിലും വെച്ചിട്ടില്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. ഞാൻ അടുത്ത ചോദ്യം തിരിച്ചു ചോദിച്ചു. ഈ നാട്ടിൽ ജനിച്ച് ഈ നാട്ടിലെ ചോറുണ്ട് ഈ നാട്ടിൽ മരിച്ച് ഈ മണ്ണിൽ ദഹിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഈ നാടിൻ്റെ പൈതൃകത്തിൻ്റെ ഒന്നും എടുത്തിട്ടില്ല. വിദേശത്ത് നിന്ന് വന്ന യേശു ക്രിസ്തു, വിദേശത്ത് നിന്ന് വന്ന ബൈബിള്, വിദേശത്തിലെ പൗരന്മാരായിട്ടുള്ള പുണ്യവാളന്മാർ, വിദേശത്തിലെ പോപ്പിൻ്റെ കീഴിൽ എല്ലാം വിദേശത്തിൻ്റെ ഇറക്കുമതി ചെയ്തവർ. അതുപോലെ മുസ്ലിങ്ങൾ എല്ലാം സൗദി അറേബ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സിംബൽ,
അവിടുത്തെ പുസ്തകം, അവിടുത്തെ പ്രവാചകൻ, എല്ലാം അവിടുത്തെ. ഈ നാട്ടിൽ ജനിച്ച, ഈ നാട്ടിൽ വളർന്ന, ഈ നാട്ടിൽ മരിക്കുന്നവര് വിദേശത്തിൻ്റെ മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്വദേശത്തിലെ കൃഷ്ണനെയോ രാമനെയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ എന്തിനാ വെള്ളാപ്പള്ളി നടേശൻ സാറേ അങ്ങ് ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിലെല്ലാം ഈ കുരിശും ചന്ദ്രക്കലയും വെക്കുന്നത്? എന്തിനാ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് ചുറ്റും ഈ കുരിശും ചന്ദ്രക്കലയും കാബയും വെക്കുന്നത് എന്നൊരു ചോദ്യവും കൂടി ഞാൻ ചോദിച്ചു. അതിന് വെള്ളാപ്പള്ളി നടേശൻ സാർ എന്നോട് പറഞ്ഞ വരി എൻ്റെ ഹൃദയത്തെ, എന്നെ തന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഡോക്ടർ പൊക്കോ, ഞാൻ നോക്കിക്കോളാം എന്നാ പറഞ്ഞത്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ പൊക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഒരാഴ്ചക്കകം ഞാൻ കേരളത്തിലെ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തപ്പോൾ, പ്രഭാഷണത്തിനായി യാത്ര ചെയ്തപ്പോൾ ഏതാണ്ട് എല്ലായിടത്തു നിന്നും ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് ചുറ്റുമുള്ള കുരിശും കാബയും ചന്ദ്രക്കലയും മാറ്റിയിരുന്നു. ഒരു സ്ഥലത്ത് ഞാനത് കണ്ടില്ല. എനിക്ക് അത്ഭുതം തോന്നി. ഈ നാടിൻ്റെ പൈതൃകം സ്വീകരിക്കാത്തവരുടെ വിദേശ പൈതൃകത്തിൻ്റെ ചിഹ്നങ്ങൾ നമ്മൾ എന്തിനാ സ്വീകരിക്കുന്നത്? ഈ നാട്ടിൽ ജനിച്ച്, ഈ നാട്ടിൽ വളർന്ന്, ഈ നാട്ടിൽ മരിക്കുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ DYFIക്കാരും ഇവിടുത്തെ AIYFകാരും എന്തിനാ വിദേശത്തിലുള്ളവരുടെ ചിത്രം ഇവിടെ വയ്ക്കുന്നത്? ഈ നാടുമായിട്ട് ഒരു ബന്ധമില്ല. ഇടയ്ക്ക് ഒന്നുകൂടി പറയട്ടെ, ആൾ ഇന്ത്യ കോൺഗ്രസ് എന്ന കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയത് അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ്, ഇന്ത്യക്കാരനല്ല. ആ കോൺഗ്രസ് സ്ഥാപിച്ച AO ഹ്യൂമിൻ്റെ ചിത്രം ഭാഗ്യവശാൽ കോൺഗ്രസ്സുകാർ വെക്കാറില്ല. കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് മുഹമ്മദ് അലി ജിന്ന. മുഹമ്മദ് അലി ജിന്നയുടെയും ചിത്രം വെക്കാറില്ല. വിദേശത്ത് നിന്നുള്ള ഇവരുടെ ചിത്രം നമ്മുടെ നാടിന് ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുക? കാറൽ മാർക്സ് ദാസ് ക്യാപിറ്റലും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തുടങ്ങിയ കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. EMS ഉൾപ്പെടെ അത് വായിച്ചിട്ടുണ്ടാവാൻ സാധ്യതയില്ല. ഇന്നത്തെ അച്യുതാനന്ദൻ സാറോ പിണറായി വിജയനോ സാറോ ഒരിക്കലും അത് വായിച്ചിട്ടുണ്ടാവില്ല. 200 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച കാറൽ മാർക്സ് എഴുതിയ പുസ്തകം ഇന്ത്യയുമായിട്ടോ, ഇന്ത്യയുടെ സംസ്കാരമായിട്ടോ, ഇന്ത്യൻ ജനതയുമായിട്ടോ, ഇന്ത്യയുടെ ധാർമ്മിക മൂല്യങ്ങളുമായിട്ടോ പുലബന്ധം പോലും ഇല്ല, ഇന്നുമില്ല, അന്നുമില്ല. പിന്നെ എന്തിനാ കാറൽ മാർക്സിന്റെ ചിത്രം ഇവിടെ വെക്കുന്നത്? കാറൽ മാർക്സ് ജീവിച്ചിരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ തത്വശാസ്ത്രങ്ങളെ ലോകത്തിൽ ആരും സ്വീകരിച്ചിരുന്നില്ല എന്ന് വിക്കിപീഡിയയിൽ, ഗൂഗിളിൽ ഇന്നലെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ജീവിച്ചിരുന്ന കാലത്ത് പോലും തത്വശാസ്ത്രത്തിന് ഒരു വിലയുമില്ലാതിരുന്ന, പിന്നീട് ആ കാറൽ മാർക്സിന്റെ സിദ്ധാന്തപ്രകാരം ഒത്തിരി കിഴക്കൻ യൂറോപ്പിലും ചൈനയിലും റഷ്യയിലുമെല്ലാം ഈ കമ്മ്യൂണിസം വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ പോലും ഇന്ന് കാറൽ മാർക്സ് വിഭാവനം ചെയ്ത കമ്മ്യൂണിസത്തിൻ്റെ ഒരംശം പോലും കിഴക്കൻ യൂറോപ്പിലോ ചൈനയിലോ റഷ്യയിലോ ഇല്ല. പിന്നെ ആളും ചത്തു, ആ പുസ്തകത്തിൻ്റെ വാലിഡിറ്റിയും കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ തത്വശാസ്ത്രം ഇന്ന് ലോകത്തിൽ ഒരിടത്തും പഠിപ്പിക്കണില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ചിത്രം എന്തിനാ വെക്കുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവണില്ല. ഞാൻ പുരോഗമനവാദികൾ എന്ന് പറയുന്നവരോട് ചോദിക്കുക, 200 വർഷം അധോഗമനത്തിന് പോവാൻ വേണ്ടിയിട്ട് എന്തിനാ അതെടുക്കുന്നത്? അതുപോലെ ലൈംഗിക രോഗം വന്ന് മരിച്ച വ്യക്തിയാ ലെനിൻ. 155 വർഷങ്ങൾക്ക് മുമ്പ് റഷ്യയിൽ ജനിച്ച, റഷ്യയെ ഭരിച്ച, തോക്കിൻ കുഴലിലൂടെ അധികാരം ഏറ്റെടുത്ത അദ്ദേഹത്തിൻ്റെ ചിത്രം ക്രെയിൻ ഉപയോഗിച്ചാണ് വലിച്ചു പൊക്കി പൊട്ടക്കുളത്തിലിട്ട് മണ്ണിട്ട് മൂടിയത്. ഏത് രാജ്യത്തിൽ ആണോ അദ്ദേഹം ജനിച്ചത്, ആ രാജ്യത്തിലെ ജനത
ആ ചിത്രവും അദ്ദേഹത്തിൻ്റെ ബസ്റ്റും അദ്ദേഹത്തിൻ്റെ സ്റ്റാച്യുവും പൊട്ടിച്ച് തൂത്തെറിഞ്ഞ ആ റഷ്യ ഇന്ന് ക്യാപിറ്റലിസത്തിലേക്ക് പോയിക്കും, വാൾമാർട്ടിലേക്കും അതുപോലെ ബാക്കി പലതിലേക്കും പോയിക്കൊണ്ടിരിക്കുന്ന റഷ്യ, അതിൻ്റെ ജനയിതാവിൻ്റെ ചിത്രം പോലും ബിംബം പോലും പ്രതിമ പോലും വലിച്ചെറിഞ്ഞ് പിന്നെയും ഈ നാട്ടിൽ എന്തിനാ അത് വെച്ചുകൊണ്ടിരിക്കുന്നത്? ലെനിനും ഭാരതവുമായിട്ട് എന്താ ബന്ധം? ലെനിൻ്റെ കൃതികളിൽ ഭാരതത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഭാരതീയ പൈതൃകമോ ഭാരതീയ സംസ്കാരമോ ഭാരതത്തിൻ്റെ നന്മകളോ ലെനിൻ അറിഞ്ഞിട്ടുമില്ല, അറിയാൻ ആഗ്രഹിച്ചിട്ടുമില്ല. എന്നിട്ട് നമ്മളെ യാതൊരു വിധത്തിലും ബന്ധപ്പെടുത്താത്തൊരു മനുഷ്യൻ്റെ ചിത്രം ഈ റോഡ് മുഴുവൻ വെച്ചിരിക്കുന്നത് എന്തിനാ? ലെനിൻ്റെ ഡെഡ് ബോഡി പോലും അവർ കത്തിച്ചോ കുഴിച്ചു മൂടുകയോ ചെയ്തത് ഒരു ബഹുമാനവുമില്ലാതെ. ലെനിൻ ഉണ്ടാക്കിയ USSR 18 രാജ്യങ്ങളായിട്ട് സ്പ്ലിറ്റ് ചെയ്തു ഗോർബച്ചേവിൻ്റെ കാലത്ത്. ആ പരമദരിദ്രമായ രാഷ്ട്രം ഇന്ന് പടിഞ്ഞാറൻ യൂറോപ്പിലെ എക്കണോമി കൊണ്ടാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ബംഗാളിൽ നിന്നും ആസാമിൽ നിന്നും കേരളത്തിലേക്ക് തൊഴിലാളികൾ വരുന്നത് പോലെ കിഴക്കൻ യൂറോപ്പിലെ 17 കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠയിൽ നിന്ന് രക്ഷപ്പെടാൻ പടിഞ്ഞാറൻ യൂറോപ്പിലെ ക്യാപിറ്റലിസ്റ്റിക് രാജ്യത്ത് പോയിട്ടാണ് ഇന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നത്. അത്ഭുതകരമായ ഒരു വസ്തുത. തൊഴിലാളി വർഗത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ പാർട്ടി ഭരിച്ചിരുന്നിട്ട് 55-60 വർഷം ഭരിച്ചിട്ടും ആ രാജ്യത്തിൻ്റെ ഗതികേടും ദാരിദ്ര്യവും പോയിട്ടില്ല. പിന്നെ അതിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരാൾ എന്തിനാ ഇവിടെ വയ്ക്കുന്നേ? 85 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച ആളാ ചെഗുവേര. അദ്ദേഹത്തിനെ CIA കൊന്നു. CIA കൊല്ലാൻ കാരണം ന്യായീകരിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് അമേരിക്കയ്ക്കെതിരെ ഗറില്ല യുദ്ധം ചെയ്തു. അർജന്റീനയിൽ ജനിച്ച ചെഗുവേരയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. ഈ ഫെബ്രുവരി മാസം 15-ാം തീയതി ഞാൻ പ്രയാഗയിൽ അലഹാബാദിൽ പോയപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ ആയുർവേദ സെമിനാർ ഉദ്ഘാടനം ചെയ്തത് അർജന്റീനിയൻ അംബാസിഡർ ആയിരുന്നു. ഭാരതീയ പൈതൃകത്തോട് ഏറ്റവും ബന്ധമുള്ള, ആയുർവേദത്തോട് ഏറ്റവും സ്നേഹമുള്ള അർജന്റീനിയൻ ജനത ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാംസാഹാരം കഴിക്കുന്നവരെ ആ മാംസാഹാരം ഉപേക്ഷിച്ച, അവിടെ ജീസസ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലൂടെ ഒത്തിരി ആയുർവേദ സിദ്ധാന്തങ്ങളും യോഗയും പഠിപ്പിക്കാൻ മുൻകൈയെടുത്ത അർജന്റീനിയൻ അംബാസിഡർ, അയാളുടെ പേരെനിക്ക് ഓർമ്മയില്ല, കാരണം വായിൽ കൊള്ളുന്ന പേരല്ലാതെ. അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളുടെ ചെഗുവേര ഇന്ന് അർജന്റീനിയൻ യുവാക്കൾക്ക് ആവേശം നൽകുന്നുണ്ടോ എന്ന്. അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതായിരുന്നു, വാട്ട് ചെഗുവേര എന്നായിരുന്നു. വാട്ട് ഷെഗുവര എന്നായിരുന്നു ചോദിച്ചത്. ആ നാട്ടിൽ ജനിച്ച, ആ നാട്ടിലെ ഒരുവനും ഒരു താല്പര്യവും ഇല്ലാത്ത ഒരാളുടെ ഷേവ് ചെയ്യാത്തൊരു ചിത്രം ഇങ്ങനെ റോഡ് മുഴുവനും വെച്ച് ഇവിടുത്തെ യുവാക്കളിൽ ആവേശം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ സ്വന്തം നാട്ടിലെ വിവേകാനന്ദനെയോ ശങ്കരാചാര്യരെയോ ഗംഭീരമായ ദേശപ്രേമം പ്രകടിപ്പിക്കുന്ന അനവധി വ്യക്തികളെയൊക്കെ മാറ്റി ഈ ഭൂമിയുടെ അപ്പുറത്തെ ഭാഗത്തിരിക്കുന്ന അർജന്റീനയിലെ ഒരു മനുഷ്യൻ ലാറ്റിൻ അമേരിക്കയിലും കുറച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലും ക്യൂബയിലുമെല്ലാം കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന കാരണത്തിൽ ഈ കേരളത്തിലെ റോഡിൽ മുഴുവനും അയാളുടെ ചിത്രം എന്തിനാ വയ്ക്കുന്നത് എന്നെനിക്ക് അത്ഭുതം തോന്നുന്നു ഇപ്പോഴും ആലോചിച്ചിട്ട്. അയാളെക്കുറിച്ച് കേരളത്തിലെ യുവാക്കൾക്ക് എന്തെങ്കിലും അറിയാമോ എന്നറിഞ്ഞൂടാ. ബനിയനിലെല്ലാം അയാളുടെ ചിത്രമൊക്കെ വെച്ചിട്ട് നടക്കുമ്പോൾ ഞാൻ ചെഗുവേരയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് മാനസിക രോഗത്തിൻ്റെ ലക്ഷണമാണ്. അപ്പം ഈ മാർക്സിൻ്റെയും ഈ ലെനിൻ്റെയും ഈ ചെഗുവേരയുടെയും പോലെ പുതിയതായിട്ട് വേറൊരു ചിത്രവും കൂടി വെച്ചിട്ടുണ്ട്. വെനിസുല എന്ന് പറയുന്ന സ്ഥലം പരമദാരിദ്ര്യമുള്ള രാജ്യമാണ്. 55% ദാരിദ്ര്യത്തിൻ്റെ കൊടിമുടിയിൽ ഒരു നേരം ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒരു രാജ്യത്തിലെ 11 വർഷം ഹ്യൂഗോ ചാവേസ് ഭരിച്ചു. 55-ഓ 60-ാമത്തെയോ 60 വയസ്സ് തികയുന്നതിന് മുമ്പ് അദ്ദേഹം അടുത്ത കാലത്ത് മരിക്കുകയും ചെയ്തു. ആ രാജ്യത്തിലെ ദാരിദ്ര്യം 52-55 ഉള്ളതിൽ നിന്ന് ഏതാണ്ട് 35 11 വർഷം കൊണ്ട് കൊണ്ടുവന്നു. അതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ്. 2 ആറ്റം ബോംബ് വീണ് കത്തി ചാമ്പലായ ജപ്പാൻ എന്ന രാഷ്ട്രം 10 വർഷം കൊണ്ട് ലോകത്തിലെ ആർക്കും വെല്ലാൻ പറ്റാത്ത രാഷ്ട്രമാക്കി മാറ്റാൻ അവിടത്തുകാർക്ക് സാധിച്ചു. 10 വർഷം കൊണ്ട്.
ഇവിടെ 11 വർഷം ഇയാള് ഭരിച്ചിട്ട്, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിലൂടെ ഭരിച്ചിട്ട്, ഇന്നും കുറെ അടിമകളെ പോലെയുള്ള ദാരിദ്ര്യത്തിന്റെ പരമകാഷ്ഠയിലുള്ള വ്യക്തികളെ മാത്രമേ ഉള്ളൂ അവിടെ. നിങ്ങൾ ആ വെനിസുല എന്ന രാജ്യത്തെ പോലും കേട്ടിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ചാവേസിന്റെ പടം നമ്മളുടെ നാട്ടിൽ എന്ത് അഭിമാനാണ്, ആത്മാഭിമാനം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ നാട്ടിൽ ഇഷ്ടം മാതിരി നല്ല ധീരരുണ്ടല്ലോ, നന്മ നിറഞ്ഞവരുണ്ടല്ലോ. പിന്നെന്തിനാ 1.71 കോടി ജനതയെ പച്ചക്കറുത്ത് വെടിവെച്ച് കൊന്ന സ്റ്റാലിന്റെ ചിത്രം നമ്മൾ വെച്ച് ആരാധിക്കുന്ന എന്തിനാ യുവാക്കളെ? നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരോട് ഇത് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവർക്ക് അവരുടെ കസേര വേണം, അധികാരം വേണം. അവർക്ക് പത്രമാധ്യമങ്ങളിൽ അവരുടെ ചിത്രം വരണം, അവരുടെ പ്രസംഗം നിരന്തരം വരണം, വേണ്ടതിനും വേണ്ടാത്തതിനും സമരം ചെയ്യുന്നത് വരണം. ഇതെല്ലാം വരേണ്ടതിന് അപ്പൊ അവർക്ക് അണികൾ വേണം, അവരുടെ സ്ഥാനമാനങ്ങൾ വേണം. അവര് ഈ ഹ്യൂഗോയെയും വെക്കും, സ്റ്റാലിനെയും വെക്കും, മാർക്സിനെയും വെക്കും. പ്രയോജനമുണ്ടെങ്കിൽ അവർ ഒന്നുകൂടി ചെയ്യും. സദ്ദാം ഹുസൈനെയും വെക്കും, അവര് ഒസാമ ബിൻ ലാദനെയും വെക്കും, അല്ലെങ്കിൽ വീരപ്പനെയും വെക്കും, ഗദ്ദാഫിയെയും വെക്കും. അതവർ ചെയ്തിട്ടുമുണ്ട്. ഇറാഖില് സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്നപ്പോ പടക്കം പൊട്ടിച്ച് ആഹ്ലാദിക്കായിരുന്നു. അത്ര ക്രൂരനായ 10,000 യുവാക്കളുടെ വയറ്റിൽ ടൈം ബോംബ് വെച്ച് അവരെ കൊന്ന അവരെ മരണവെപ്രാളം കണ്ട് ആസ്വദിച്ച സദ്ദാം ഹുസൈൻ മരിച്ചപ്പോ ഹർത്താല് നടത്തിയ ഒരേ ഒരു പാർട്ടി ഇവിടത്തെ ആൾക്കാരാ, കേരളത്തിലെ ആൾക്കാരാ. കേരളത്തിൽ അന്ന് ഹർത്താലായിരുന്നു. അത് സദ്ദാം ഹുസൈനോടുള്ള ബഹുമാനമൊന്നുമല്ല, മുസ്ലിമിന്റെ വോട്ട് കിട്ടാനുള്ള വഴിയാ. ഇത്രയും പാപ്പരത്വത്തോടുകൂടി ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു വിഭാഗം ലോകത്തിലുണ്ടെന്ന് തോന്നണില്ല. അപ്പൊ നേതാക്കന്മാര് മാറുമൊന്നുമില്ല. അവര് വിദേശത്തുള്ള പലരുടെയും ചിത്രം ഇവിടെ വെക്കും. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. എന്താണാവോ മാവോ സേതുങ്ങിന്റെ ചിത്രം വെക്കാത്തത്? മാവോയുടെ സൈഡിലെ കഴിഞ്ഞ ചൈനീസ് ഇന്ത്യ യുദ്ധത്തിൽ അവർ നിന്നിട്ടുള്ളൂ എന്ന് പറയാറുണ്ട്. മാവോയുടെ ചൈനയാണ് ശരി എന്ന് പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ശ്രീനിവാസന്റെ അറേബ്യൻ കഥയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് സംഭവിച്ചതുമാണ്. ഇപ്പോൾ ജീവനോടെ ഇരിക്കുമ്പോൾ ചൈനയുടെ കൂട്ടത്തിൽ ഇരുന്നിട്ടും എന്തുകൊണ്ടാണാവോ ചൈനയിലെ മാവോ സേതുങ്ങിന്റെ ചിത്രം ഇവിടെ വെക്കാത്തത്? നമ്മുടെ ദേശത്തുള്ള വീരശൂര പരാക്രമികളും ദേശപ്രേമികളും മഹാന്മാരുടെയും ചിത്രം വെച്ച് നമ്മുടെ വരുന്ന തലമുറയ്ക്ക് ആവേശം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ അതിന് പകരമാണോ വിദേശത്തുള്ളവരുടെ ചിത്രം വെച്ചിട്ട് ആവേശം കൊടുക്കുക? കരുനാഗപ്പള്ളിയിലും മറ്റു പല സ്ഥലത്തും ഇപ്പോൾ ഒരു ചിത്രം കണ്ടു. മദർ തെരേസയുടെ ചിത്രം ഈ പുരോഗമന യുവാക്കളുടെ സമ്മേളനത്തിൽ വെച്ചിരിക്കുന്നു. ആരാണ് മദർ തെരേസ എന്ന് കൂടി അറിയണ്ടേ? കൽക്കട്ട കാളി ക്ഷേത്രത്തിന്റെ പകുതി കയ്യേറി ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കാൻ വേണ്ടി ഹിന്ദുക്കളുടെ തീർച്ചയായിട്ടും അന്ധവിശ്വാസങ്ങളെ തന്നെ ദുരാചാരങ്ങളെയും ഫോട്ടോ എടുത്ത് ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ളൊരു കേന്ദ്രം കൽക്കട്ട കാളി ക്ഷേത്രത്തോട് ചേർത്ത് മദർ തെരേസയ്ക്ക് ഉണ്ട്. ഞാനവിടെ പോയിട്ടുമുണ്ട്. 2 വർഷം മുമ്പ് ഞാനിവിടെ പോയപ്പോൾ എന്നെ അകത്തേക്ക് കയറ്റിയില്ല. യു ആർ നോട്ട് പെർമിറ്റഡ് ടു എൻ്റർ ഹിയർ, ദിസ് ഈസ് പ്രൈവറ്റ് പ്രെമിസസ്. അമ്പലത്തിന്റെ സ്ഥലമാണത്. ആ മദർ തെരേസ ഇന്ത്യയെ സേവനത്തിന്റെ ബന്ധാവാക്കാൻ തെരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണെന്ന് കൂടി അറിയണ്ടേ? അൽബേനിയ എന്ന ദേശക്കാരിയാ മദർ തെരേസ. 100% ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഒരു രാജ്യമാണ്. അവിടെ പട്ടിണി മരണവും രോഗവും ശിശുമരണവും ബാലമരണവും ലോകത്തിലെ ഹയ്യസ്റ്റ് ഉള്ളത് എവിടെയാന്ന് ചോദിച്ചാൽ അൽബേനിയയിലാണ്. ലോകത്തിലെ ഹയ്യസ്റ്റ് ഉള്ളത് അൽബേനിയയിലാണ്. ആ അൽബേനിയയിൽ ജനിച്ചു വളർന്ന മദർ തെരേസ ഈ ഭാരതത്തെക്കാൾ പരമദാരിദ്ര്യത്തിൽ കഴിയുന്ന അൽബേനിയയിൽ എന്തുകൊണ്ട് തൻ്റെ പ്രവർത്തന മണ്ഡലം വ്യാപിപ്പിച്ചില്ല? ഒറ്റ കാരണം, അവിടെ മുഴുവനും ക്രിസ്ത്യാനികളാ. മതം മാറ്റാൻ ഇനി ആരും ഇല്ല. ഇവിടെ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഈ ഇവരുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന 8000-ഓളം പേര് സവർണ ഹിന്ദുക്കളെ കൺവെർട്ട് ചെയ്തിരിക്കുന്ന കന്യാസ്ത്രീകളാ. ഉയർന്ന ഹിന്ദുക്കളെ
ഹിന്ദു സ്ത്രീകളെ കൺവെർട്ട് ചെയ്ത്, നിർമ്മല ബ്രാഹ്മിൻ സ്ത്രീയാ ഇപ്പോഴത്തെ മദർ സുപ്പീരിയർ, അവരെ കൺവെർട്ട് ചെയ്ത് അവരുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിൽ പെടുത്തി സേവനത്തിൻ്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ സേവനം കൊടുത്ത് ഹിന്ദുക്കളെ മതം മാറ്റാൻ അൽബേനിയയിൽ പറ്റില്ല. കാരണം അവിടെ ഹിന്ദുക്കളില്ല. അതിനുവേണ്ടിയാ മദർ തെരേസ ഇന്ത്യയിൽ വന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയിലെ കുറേ പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നില്ലേ? എന്തേ മദർ തെരേസ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ മാത്രം PMOയുടെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തിനെ കണ്ട് തൊഴുതു? ഒന്നുമില്ല. വളരെ സിമ്പിളാ. താൻ ചെയ്യുന്ന മതപരിവർത്തന കർമ്മങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ BJP ഗവൺമെന്റ്, ഹിന്ദുത്വ ഗവൺമെന്റ് ഒബ്ജക്ഷൻ ഉണ്ടാകാതിരിക്കാൻ നേരത്തെ തന്നെ ഓടുന്ന പട്ടിക്ക് 10 മുഴം മുമ്പേ എറിഞ്ഞതാണ് മദർ തെരേസ ചെയ്ത വലിയ കൃത്യം. അടൽ ബിഹാരി വാജ്പേയിക്ക് അതറിയാമോ ഇല്ലയോ എന്ന് ദൈവത്തിനെ അറിയുള്ളൂ. ഏതായാലും അദ്ദേഹത്തിൻ്റെ രൂപവും ഭാവവും ഒക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ടാക്കാൻ നല്ല ഭംഗിയായിട്ട് മദർ തെരേസയെ സ്വീകരിക്കുകയും ചെയ്തു. പോപ്പിന് ഇവിടെ ബിഷപ്പുമാരുടെ സമ്മേളനം നടത്താൻ അനുവാദം കൊടുത്തതും അടൽ ബിഹാരി വാജ്പേയിയാ. ശ്രീലങ്ക, ബംഗ്ലാദേശ്, ബർമ്മ, തായ്ലാൻഡ്, ചൈന, ഈ ഏഷ്യയിലെ രാജ്യങ്ങളെല്ലാം ബിഷപ്പുമാരുടെ കോൺഫറൻസ് നടത്താൻ സാധിക്കില്ല എന്ന് അർത്ഥശങ്കക്കിടമില്ലാത്ത വിധത്തിൽ പോപ്പിനോട് പറഞ്ഞപ്പോൾ ഭാരതത്തിന് ഒരു വിഷമവും ഇല്ലാണ്ട് 2000 ആണ്ട് ദീപാവലി ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് വിളക്ക് കൊളുത്തി ബിഷപ്പുമാരുടെ സമ്മേളനം നടത്താൻ നമ്മുടെ പ്രധാനമന്ത്രി അടൽ ബിഹാരി, അന്നത്തെ പ്രധാനമന്ത്രി, അനുവാദം കൊടുത്തു. എന്തിനാണാവോ? തൻ്റെ ചിത്രവും ബാക്കിയുള്ളതും എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ നെഹ്റു കാണിച്ചതുപോലെ മതേതരത്വ പ്രതിഭ കാണിക്കാനാണോ പറഞ്ഞൂടാ. ഏതായാലും മദർ തെരേസയുടെ ചിത്രവും ഈ ഇടതുപക്ഷ യുവ വിഭാഗം വെക്കുമ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, നിങ്ങൾ ആരുടെ ചിത്രമോ കുരിശോ യേശു ക്രിസ്തുവിനോ കാബയോ ലെനിനോ സ്റ്റാലിനോ ആരുടെ വേണമെങ്കിലും വെക്കുക. പക്ഷെ ഒന്ന് മാത്രം നോക്കുക. ഈ നാട്ടിലെ ജനതയ്ക്ക്, ഈ നാട്ടിലെ യുവാക്കൾക്ക് ഇവരെക്കാൾ ആവേശം ഉണ്ടാകാൻ സാധ്യതയുള്ള ചിത്രങ്ങളില്ലേ? ഉണ്ടെന്നുള്ളതിന് തെളിവല്ലേ ഇപ്പൊ അച്യുതാനന്ദൻ സാറിന്റെ കൂട്ടത്തില് നാരായണ ഗുരുവിന്റെ ചിത്രം വെക്കുന്നത്? അതിന്റെ തെളിവല്ലേ DYFIക്കാര് കേരളം മുഴുവനും AIYF അതിനെ പിന്തുടർന്ന് സ്വാമി വിവേകാനന്ദന്റെ 10 മീറ്റർ വരെ വലിപ്പമുള്ള ചിത്രം വെച്ചത്? നാരായണ ഗുരുവിന്റെ, അയ്യങ്കാളിയുടെ, എത്ര ഗംഭീരമായിട്ട് ആ ചട്ടമ്പി സ്വാമിയുടെ വെച്ചിരിക്കുന്നത്, ഭഗത് സിംഗിന്റെ. ഇവരൊക്കെ ഈ നാടിന് വേണ്ടി പ്രവർത്തിച്ച് ജീവിച്ചവര് അല്ലെങ്കിൽ മരിച്ചവരാ. അപ്പൊ ഈ നാടിന്, ഈ സമൂഹത്തിന്, അവനവന്റെ കുടുംബത്തിന്, അവനവന്, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഞാനാ. തൊട്ടടുത്താ നിൽക്കുന്നത് എൻ്റെ കുടുംബം, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു എൻ്റെ ധർമ്മവും എൻ്റെ സമൂഹവും, അതിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നു എൻ്റെ രാഷ്ട്രം. ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നൊക്കെ മുദ്രാവാക്യം വിളിക്കാൻ പറയാന്നല്ലാണ്ട് ഇവിടത്തെ ഏറ്റവും വലിയ തൊഴിലാളി നേതാവ് റഷ്യയിൽ പോയാൽ അയാൾ മോസ്കോ കാണണമെങ്കിൽ 4 വിസ എടുക്കണം. മോസ്കോവിൽ നിന്ന് പുറത്തേക്ക് പോകണമെങ്കിൽ വേറെ വിസ എടുക്കണം. ചൈനയിലേക്ക് ഇവിടത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവും അല്ലാത്തവരും ഒക്കെ പോകണമെങ്കിൽ അവിടെയും വിസ എടുക്കണം. എന്തിനാ കൂടുതൽ പറയുന്നത്? 35 വർഷം ഭരിച്ച ബംഗാളില് അവിടെ ആ പാർട്ടിക്കാർക്ക് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ മമതാ ബാനർജിയുടെ പെർമിഷനും അവിടുത്തെ ആൾക്കാരുടെ പെർമിഷൻ വേണം. ഇന്ന് ഭാരതം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഒരു പാർട്ടിയാണ് അതെന്നൊന്നും തോന്നണില്ല. ഭാരതത്തിന്റെ കിഴക്കേ അറ്റത്ത് ചെറിയ എറണാകുളം ജില്ലയുടെ അത്രയും വലിപ്പമുള്ള ഒരു സംസ്ഥാനത്തിലെ കുറച്ച് ഭരണമുണ്ട്. ഇവിടെ ഉള്ളവർ പോലും എന്താ ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാ. ഇപ്പൊ അമ്പലങ്ങളിലേക്കും ക്ഷേത്ര പുനർനിർമ്മാണത്തിനും നാരായണ ഗുരുവിലേക്കും വിവേകാനന്ദനിലേക്കും അതുപോലെ തന്നെ ഹിന്ദു ധർമ്മത്തില് RSSകാര് നടത്തുന്ന മീറ്റിങ്ങുകളില് പാർട്ടി വിട്ട വയസ്സന്മാർ അധ്യക്ഷരാവാനും വേണ്ടിയൊക്കെ നടക്കുമ്പോൾ ഓർമ്മിക്കുക, ഇന്നലെകളിൽ ചെയ്ത അബദ്ധങ്ങളെല്ലാം. ഈ റോഡ് സൈഡിൽ വെച്ചിരിക്കുന്ന ചെഗുവരയുടെ ചിത്രം ഇവിടുത്തെ യുവാക്കൾക്ക് ഒരു ആവേശവും തരില്ല. അഥവാ ആവേശം തന്നാലും
എന്തിനു വേണ്ടി ആവേശം കൊള്ളുന്നതെന്ന് പോലും അറിയാതെ ആവേശിക്കാനേ അവർക്ക് പറ്റുള്ളൂ, കുറച്ച് മിനിറ്റ് നേരത്തേക്കോ 1-2 ദിവസത്തേക്കോ. പക്ഷേ വിവേകാനന്ദനെയും അതുപോലെ ഇവിടുത്തെ ശങ്കരാചാര്യരെയും ഇവിടുത്തെ പൈതൃകത്തിൻ്റെ നന്മ നിറഞ്ഞ സന്ദേശം തരുന്ന നാരായണ ഗുരുദേവന്റെയും ചട്ടമ്പി സ്വാമിയുടെയും എല്ലാം ചിത്രങ്ങളും അവരുടെ രചനകളും അവരെ ലോകത്തിന് നൽകിയ സന്ദേശങ്ങളും ഒന്ന് വായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, പഠിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, നിങ്ങൾ മരിക്കുന്നവരെ അല്ലെങ്കിൽ ചാവുന്നവരെ അതിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം DYFIക്കാർ തന്നെ പണ്ടൊരു മുദ്രാവാക്യം എഴുതിയത് ഞാൻ വായിക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ ഉപ്പാവുക, ഈ മണ്ണിൻ്റെ ഉപ്പാവുക, ഈ മണ്ണിൻ്റെ വിയർപ്പാവുക. അപ്പൊ ഈ മണ്ണിലേക്ക് നോക്കിയാൽ പോരെ? എന്തിനാ നിങ്ങൾ മറ്റേ മണ്ണിലേക്ക് നോക്കുന്നത്? മറ്റേ മണ്ണിലേക്ക് നോക്കണ്ടെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവര് ഈ മണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് നോക്കുന്നതിൽ കുഴപ്പമില്ല. ഒന്ന് ആലോചിച്ച് നോക്കാം. ആരാധ്യനായ AKGയുടെയോ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെയോ ജ്യോതി ബസുവിൻ്റെയോ ഇവിടുത്തെ സുഗതൻ്റെയോ ഇവിടുത്തെ ഏതെങ്കിലും നേതാവിൻ്റെ ചിത്രം ചൈനയിലോ റഷ്യയിലോ വെനിസുലയിലോ അർജന്റീനയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഏതെങ്കിലും രാജ്യം ജർമ്മനിയിലോ വെച്ചിട്ടുണ്ടോ? ഈ ഇവിടത്തെ ഒരൊറ്റ നേതാവിൻ്റെ ചിത്രം അവർ വെച്ചിട്ടില്ല, അവരൊട്ട് വെക്കുകയില്ല. അവർക്കറിയുകയും ചെയ്യാം കമ്മ്യൂണിസം എന്ന് പറയുന്ന സാധനം ഭാരത മണ്ണിൽ വളരില്ല. ആരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ഇവിടെ ചവിട്ട് നാടകം അഭിനയിക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ കമ്മ്യൂണിസം അല്ല. ശരിക്ക് വീട്ടിൽ അച്ഛൻ്റെയും അമ്മയുടെയും ശ്രാദ്ധമൂട്ടി 10 ദിവസം പുലയിരുന്ന വ്യക്തിയായി EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് ഭാഗവതത്തിൽ ഏറ്റവും ഗംഭീരമായിട്ടുള്ള രചനകൾ ഉണ്ടായിരിക്കുന്നത്. ഇന്നും സന്ധ്യാവന്ദനം നടത്തുന്നു, ആരും കാണാതെയാണെങ്കിലും ചെയ്ത് അന്ന് മരിക്കുന്നത് വരെ നടത്തിയിരുന്ന വ്യക്തിയാ അദ്ദേഹം. ഞാൻ പറയേണ്ടായി, KPC ഭട്ടതിരിപ്പാടിനോട് പറഞ്ഞു, വേദം പഠിച്ചത് കൊണ്ടാ എനിക്ക് ഇത്രയും ഉയരാൻ സാധിച്ചത് എന്ന്. യോഗക്ഷേമ സഭയുടെ ഒത്തിരി കാലത്തെ അംഗമായിരുന്നു, യോഗക്ഷേമ സഭയുടെ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. നമ്പൂതിരിമാരെ റിഫൈൻ ചെയ്യാൻ ആണ് ആദ്യം തുടങ്ങിയത്. അപ്പോ സർവ്വരാജ്യ തൊഴിലാളികളെ റിഫൈൻ ചെയ്യാനല്ല തുടങ്ങിയത് തൻ്റെ നമ്പൂതിരീസത്തിൽ നിന്ന് തന്നെയാ. മരിക്കുന്നത് വരെ നമ്പൂതിരിപ്പാട് എന്ന പേരും വെച്ചിരുന്നു, ഒന്നും മാറ്റിയിരുന്നു ഇല്ല. അപ്പോ നിങ്ങൾ വെറുതെ ഒന്ന് ചിന്തിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും അനുകൂലമോ പ്രതികൂലമോ ഉണ്ടായിട്ടല്ല. എൻ്റെ രാഷ്ട്രം, എൻ്റെ ധർമ്മം, ഇത് നിങ്ങളെ ഇതുപോലെ അറിയിക്കാൻ വേറൊരാൾ വന്നാൽ അന്ന് ഞാൻ എൻ്റെ ജോലി നിർത്തും. ഇങ്ങനെ അറിയിക്കണം. നല്ലത് നല്ലതാണെന്നും ചീത്ത ചീത്തയാണെന്ന്. അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാ. അത് മുഴുവനും വിമർശ്യേത ദശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്ന് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. വിമർശന ബുദ്ധിയാ വിശകലനം ചെയ്തിട്ട് വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. വേറെ യാതൊരു ദുരുദ്ദേശവും ഹിഡൻ അജണ്ടയും ഇല്ലാത്തത് കൊണ്ടാ തുറന്ന് ഈ കാര്യങ്ങള് പ്രത്യേകിച്ച് പുരോഗമനവാദികൾ എന്ന് പറയുന്ന യുവാക്കളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ക്രിസ്ത്യാനികളെയും ഞാൻ കൂട്ടത്തിൽ അറിയിക്കാറുണ്ട്. അവരുടെ യുവാക്കളും മുഴുവനും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുക. വിദേശത്ത് മതം മാറ്റിയ പലരെയും പുണ്യവാളനാക്കി പോപ്പിനെ കൊണ്ട് പ്രഖ്യാപിച്ച് ആ പുണ്യവാളനെ ഇവിടെ പള്ളി ഉണ്ടാക്കിയിട്ട് ആരാധിക്കുക. ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തതാ. പാപം ചെയ്തവനും കൊലയാളിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഈ പാപികൾക്ക് വേണ്ടി ഒരു പുണ്യാത്മാവിനെ കുരിശിലേറ്റിയ ഒരേ ഒരു മത. സാധാരണ പാപികൾക്ക് വേണ്ടി പാപം ചെയ്തവൻ, അത് കൊലപാതകം ചെയ്തവൻ, കള്ളൻ, കള്ളത്തരം ചെയ്തവൻ, അവനെ ആ കുരിശിലേറ്റാറുള്ളത്. ഇതങ്ങനെയല്ല. കൊലപാതകികൾ കേരളം മുഴുവനും നടക്കുമ്പോൾ നല്ല നല്ല മനുഷ്യരെ പിടിച്ച് തൂക്കിലേറ്റുക, അങ്ങനെ ഒരു സിദ്ധാന്തം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൊലയാളിക്ക് വേണ്ടിയിട്ട് നല്ല മനുഷ്യനെ ജയിലിലടയ്ക്കുക, അയാൾക്ക് പകരം. ഇത്ര വിചിത്രമായിട്ടുള്ളതാണ് നിങ്ങളുടെ മതത്തിൽ നടക്കുന്നതെന്ന് കൂടി ഒന്ന് അറിയിക്കണ്ടേ? മാത്രമല്ല, ഹിന്ദു ധർമ്മത്തില് ആനയ്ക്ക്, വെടിക്കെട്ടിന്, മറ്റ് അന്ധവിശ്വാസങ്ങൾ, 1000 നാളികേരം ഗണപതി ഹോമത്തിന്, ആഡംബരത്തിന്, സോകോൾഡ് വീട്ടിൽ തിന്നാനുള്ളവർക്ക് അന്നദാനത്തിനൊക്കെ കൊടുക്കുമ്പോൾ അതിനകത്തെ തെറ്റുകളും കുഴപ്പങ്ങളും ചൂണ്ടിക്കാണിക്കണ്ടേ? അക്കൂട്ടത്തിൽ ചിലത് ചൂണ്ടിക്കാണിക്കുന്നു എന്നേ ഉള്ളൂ. ചൂണ്ടിക്കാണിക്കാനുള്ള ഉത്തരവാദിത്വം എന്നെ ആരും ഏൽപ്പിച്ചിട്ടല്ല, സ്വയം ഏറ്റെടുത്തതാ.
ചിലര് പറയാറുണ്ട് ഇന്ന വിഷയങ്ങളെ കുറിച്ച് വിവരിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിവരിക്കുന്നത്. സന്തോഷമുണ്ട് നിങ്ങളിതൊക്കെ കേൾക്കുമ്പോൾ. നാരായണ ഗുരുവിനെ കുറിച്ചും മോഡിയെക്കുറിച്ചും വിവരിച്ചത് ഒരൊറ്റ ദിവസം കൊണ്ട് 1800 പേര് കണ്ടു. ഇപ്പൊ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന 21 ലക്ഷം പേര് കണ്ടിട്ടുണ്ട്. സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ ഈ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇനിയും അതിൻ്റെ ലിങ്ക് കോപ്പി ചെയ്ത് മറ്റുള്ളവർക്ക് എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം. നമസ്കാരം.